ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സുവിശേഷം മംഗളവാർത്തയാണ്. ലൂക്ക 1 അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് തിരുവചനം മുഴുവൻ, ആദ്യത്തെ വായനയാണെങ്കിലും പ്രതിവചന സങ്കീർത്തനമാണെങ്കിലും സുവിശേഷമാണെങ്കിലും, ഇത് മൂന്നും പരിശുദ്ധ അമ്മയെപ്പറ്റി നേരിട്ട് പ്രതിപാദിക്കുന്ന വചനഭാഗങ്ങളാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് അമ്മയുടെ പ്രത്യേകതയുള്ള ഒരു ദിവസം. ഒക്ടോബർ 7 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. ഈ ജപമാല ഡൊമിനിക് പുണ്യവാന് കൊടുത്തിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. അതിപ്പോൾ ലോകം മുഴുവനും പ്രചാരത്തിലുള്ള, നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഒന്ന്, ഈ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തത്, ഈ ജപമാല പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ജപമാല പ്രാർത്ഥന എന്താണ് എന്നുള്ളത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വളരെ സുന്ദരമായി വിവരിച്ചു വെച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജപമാല ചൊല്ലുക എന്നാൽ മറിയത്തോടൊപ്പം യേശുവിൻ്റെ തിരുമുഖത്തെപ്പറ്റി ധ്യാനിക്കുക എന്നല്ലാതെ മറ്റൊന്നല്ല. ജപമാല വഴി പരിശുദ്ധ അമ്മയായ മറിയത്തോടൊപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ അവൾ തന്നെ ദൈവകൃപ കൊണ്ട് നിറച്ച പിതാവിൻ്റെയും തൻ്റെ ഉദരത്തിൽ ജന്മമെടുത്ത പുത്രൻ്റെയും മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ജപമാല പ്രാർത്ഥന എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ ത്രിത്വൈക ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തത്, ഇതെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അത് ലിയോ 13 പാപ്പ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഫിലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ ദാവീദ് എറിഞ്ഞു വീഴ്ത്തിയത് വെറുമൊരു കവണ കൊണ്ട്. അവനേക്കാൾ ശക്തനും ക്രുദ്ധനുമായ പിശാചിനെതിരെയുള്ള ശക്തമായ ആയുധമാണ് ജപമാല. അപ്പം എന്തിനു വേണ്ടിയാണ് നമ്മൾ ജപമാല പ്രാർത്ഥിക്കുന്നത്? പിശാചിനെ ദൂരെ അകറ്റാൻ. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് കൂടെ നിൽക്കുന്ന പിശാച്, ആ ഒരു ചിന്തയൊക്കെ മാറ്റണം. കാരണം പിശാച് അവൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട്, വശ്യമായ ചിരിയോടെ, ആകർഷണ ഭാവത്തോടു കൂടെ നിൽക്കുന്ന ചിലരൊക്കെ ഈ പിശാചിൻ്റെ ഭാവം ഉൾക്കൊള്ളുന്നത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഈ ജപമാല കൂടെ കൊണ്ടു നടന്നാൽ അത് നമുക്ക് വല്ലാത്തൊരു സംരക്ഷണം നൽകും. ഇത് പിശാചിനെതിരെയുള്ളൊരു ശക്തമായ ആയുധമായി മാറിയതിൻ്റെ പിന്നിലെ ഒരു കാര്യം, ഇത് വചനത്തിൻ്റെ ആവർത്തനമാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിൻ്റെ ആവർത്തനമാണ് ശരിക്കും അവിടെ നടക്കുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടെ ഈ ജപമാല ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിശാചിനെ ദൂരെ അകറ്റി പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.